നമസ്കാരം സുഹൃത്തുക്കളെ. കൊച്ചി മെട്രോയുടെ പിങ്ക് ലൈൻ പ്രോജക്റ്റ് ഇന്ന് നമ്മുടെ നഗരവികസനത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണല്ലോ. പാലാരിവട്ടം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള നിർമ്മാണ പുരോഗതിയെക്കുറിച്ച് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം നമ്മൾ പൂർണ്ണമായും ഇൻഫോ പാർക്കിന്റെ അകത്തെ നിർമ്മാണ പുരോഗതിയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Into the silence, seeking the guidance I forgot. It's somewhere lost, lost to the cages, cages of chaos. ഈ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള മാറ്റങ്ങൾ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചെയ്ത പഴയ വീഡിയോയുടെ ലിങ്ക് മുകളിൽ നൽകിയിട്ടുണ്ട്. പാലാരിവട്ടം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം കാണാത്തവർക്ക് അത് തീർച്ചയായും സഹായകമാകും. പഴയ വീഡിയോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻഫോ പാർക്ക് മേഖലയിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാം. Shoreline, what's the use? Somewhere it must be written. I just lost my access to the map. Somewhere love had bitten. I chased the apple and can't let go. Baby, it's losing. പഴയ വീഡിയോയിൽ ഇൻഫോ പാർക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്. എന്നാൽ ഇന്ന് ഈ പ്രദേശം മെട്രോ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും തൊഴിലാളികളുടെ സജീവ സാന്നിധ്യവും ഇവിടെ കാണാം. അന്ന് കണ്ടതിനേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിലാണ് ഓരോ ജോലികളും ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാറ്റം ഓരോ തൂണുകളിലും കാണാം. ഇപ്പോഴാണ് ഇൻഫോ പാർക്കിനുള്ളിലെ മെട്രോ നിർമ്മാണം കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങുന്നത്. റോഡിന്റെ വശങ്ങളിലായി സുരക്ഷാ മറകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ അതിന് പിന്നിലാണ് പ്രധാന ജോലികൾ നടക്കുന്നത്. മുന്നോട്ടു പോകുമ്പോൾ ഒന്നിന് പിന്നാലെ ഒന്നായി ഉയർന്നു നിൽക്കുന്ന മെട്രോ പില്ലറുകൾ കാണാം. ചില പില്ലറുകൾ പൂർത്തിയായ നിലയിലാണ്. ചിലയിടങ്ങളിൽ മുകളിലെ ഭാഗങ്ങളിലെ ജോലികൾ തുടരുകയാണ്. ഈ ഭാഗത്ത് വലിയ ക്രെയിനുകളും മറ്റ് നിർമ്മാണ ഉപകരണങ്ങളും പ്രവർത്തനത്തിലുണ്ട്. അതിലൂടെ നിർമ്മാണം സജീവമായി മുന്നേറുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇൻഫോ പാർക്കിന്റെ ഈ റൂട്ട് മെട്രോയുടെ ഫേസ് 2 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. IT ജീവനക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഈ സ്റ്റേഷൻ വലിയ പങ്ക് വഹിക്കും. ഇൻഫോ പാർക്കിന്റെ ഉള്ളിലെ റോഡുകളുടെ വീതിയും മെട്രോ പില്ലറുകളുടെ സ്ഥാനവുമെല്ലാം ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി കാണാം. ഇതൊരു ഭാവി മാതൃകയാണ്.
ഇൻഫോ പാർക്കിന്റെ പരിസരത്ത് പലയിടത്തും പൈലിംഗ് ജോലികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. തൂണുകൾക്കുള്ള അടിത്തറ ഉറപ്പിച്ചു കഴിഞ്ഞതോടെ മെട്രോയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമായി എന്ന് പറയാം. യന്ത്രങ്ങളുടെ ശബ്ദവും നിർമ്മാണ സാമഗ്രികളുടെ കൂമ്പാരങ്ങളും കൂറ്റൻ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളുമെല്ലാം ഇവിടെ നടക്കുന്ന വലിയ വികസനത്തിന്റെ തെളിവുകളാണ്. ഓരോ ദിവസവും പുതിയ മാറ്റങ്ങൾ ഇവിടെ കാണാം. പൈലിങ്ങിന് ശേഷം പില്ലറുകൾ ആകാശത്തേക്ക് ഉയരുന്നത് ഇൻഫോ പാർക്കിന്റെ ലുക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇൻഫോ പാർക്കിന്റെ വലിയ കെട്ടിടങ്ങൾക്കിടയിൽ മെട്രോ തൂണുകൾ ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ഓരോ തൂണും എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളമാണ്. കോൺക്രീറ്റ് തൂണുകളുടെ ബലം മെട്രോയുടെ ഭാവി സുരക്ഷിതമാക്കുന്നു. ഇത്രയും വലിയ തൂണുകൾ ഇവിടെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നു. തൂണുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ അഥവാ പിയർ ക്യാപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇത് മെട്രോയുടെ പ്രധാന ഘടനയുടെ ഭാഗമാണ്. പില്ലറുകൾക്ക് മുകളിൽ ഈ സ്ലാബുകൾ കാണുമ്പോൾ തന്നെ ഇൻഫോ പാർക്കിലെ മെട്രോ യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. നിർമ്മാണ തൊഴിലാളികളുടെ അശ്രാന്ത പരിശ്രമം ഇതിൽ വ്യക്തമാണ്. ഇൻഫോ പാർക്കിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗേർഡറുകൾ സ്ഥാപിക്കുന്നതാണ്. 2 തൂണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഭീമൻ കോൺക്രീറ്റ് സ്ലാബുകൾ എങ്ങനെയാണ് ഇത്ര ഉയരത്തിൽ സ്ഥാപിക്കുന്നത് എന്നത് കൗതുകകരമായൊരു കാഴ്ചയാണ്. സാധാരണയായി രാത്രി സമയങ്ങളിലാണ് ഈ കൂറ്റൻ ഗേർഡറുകൾ ക്രെയിനുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്താറുള്ളത്. ഒരു വലിയ എഞ്ചിനീയറിംഗ് വിദ്യ തന്നെ ഇതിന് പിന്നിലുണ്ട്. ഓരോ ഗേർഡറുകളും അതീവ ശ്രദ്ധയോടെയും കൃത്യമായ അളവിലും വേണം തൂണുകൾക്ക് മുകളിൽ ഉറപ്പിക്കാൻ. ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മെട്രോ നിർമ്മാണം എത്രത്തോളം സങ്കീർണമാണെന്നും എത്രമാത്രം അധ്വാനമാണ് ഇതിന് പിന്നിലുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇൻഫോ പാർക്കിന്റെ അകത്തെ ഗതാഗതത്തെ ഈ നിർമ്മാണം ബാധിക്കാത്ത രീതിയിലാണ് ക്രമീകരണങ്ങൾ. ബാരിക്കേഡുകൾ വെച്ച് നിർമ്മാണ സ്ഥലങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ പണികൾ മുന്നേറുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസും വോളണ്ടിയർമാരും സജീവമായി രംഗത്തുണ്ട്.
ഇൻഫോ പാർക്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന മെട്രോ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും സജീവമാണ്. മെട്രോയുടെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തിരക്ക് കൈകാര്യം ചെയ്യാൻ പാകത്തിലായിരിക്കും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ടെക്കികൾക്ക് ഇതൊരു അനുഗ്രഹമായിരിക്കും. ഭാവിയിലെ വലിയൊരു യാത്രാ കേന്ദ്രമായി ഇത് മാറും. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയാണ് മെട്രോയെക്കുറിച്ച്. ഓഫീസിലേക്ക് പോകാൻ മണിക്കൂറുകൾ ട്രാഫിക്കിൽ കളയുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. പൊടിയും ബ്ലോക്കും സഹിച്ചാലും നാളത്തെ നല്ല യാത്രയ്ക്കായി അവർ തയ്യാറാണ്. അവരുടെ ഓരോ അഭിപ്രായവും മെട്രോയുടെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. നിർമ്മാണ സ്ഥലത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ വളരെ കർശനമാണ്. എല്ലാ തൊഴിലാളികളും സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ചാണ് ജോലി ചെയ്യുന്നത്. ഇൻഫോ പാർക്ക് പോലൊരു തിരക്കേറിയ സ്ഥലത്ത് യാതൊരു അപകടങ്ങളും കൂടാതെ മെട്രോ പണികൾ മുന്നോട്ടു പോകുന്നത് പ്രശംസനീയമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. മെട്രോ നിർമ്മാണത്തിനായി റോഡുകളുടെ വീതി കൂട്ടുന്ന കാര്യത്തിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇൻഫോ പാർക്കിന്റെ പ്രധാന ഗേറ്റിന് സമീപം കൂടുതൽ സ്ഥല സൗകര്യം ഇതിനായി ഒരുക്കുന്നുണ്ട്. ഭാവിയിൽ ഇത് വലിയ വാഹനത്തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഈ വികസന പ്രവർത്തനങ്ങൾ ഇൻഫോ പാർക്കിന്റെ മൊത്തത്തിലുള്ള സൗകര്യം വർദ്ധിപ്പിക്കും. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന നിർമ്മാണ കാഴ്ചകൾ വെറും ദൃശ്യങ്ങൾ മാത്രമല്ല, അത് ഇൻഫോ പാർക്കിന്റെ വികസനത്തിന്റെ അടയാളമാണ്. ഓരോ പില്ലറുകളും ഓരോ ഗേർഡറുകളും നമ്മൾ ശ്രദ്ധിച്ചു തന്നെ കാണണം. സാങ്കേതികമായി മെട്രോ എങ്ങനെ മുന്നേറുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. എഞ്ചിനീയറിംഗ് വിദ്യയുടെ അത്ഭുതങ്ങൾ ഇവിടെ കാണാം. നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ പിങ്ക് ലൈൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് KMR. ഇൻഫോ പാർക്കിലെ നിർമ്മാണ പുരോഗതി കാണുമ്പോൾ ആ വിശ്വാസം വർദ്ധിക്കുന്നു.
കഠിനമായ അധ്വാനമാണ് ഈ മാറ്റത്തിന് പിന്നിൽ. ഓരോ ദിവസവും ഒരു വലിയ ചുവടുവെപ്പാണ്. ഈ നിർമ്മാണം പൂർത്തിയായാൽ ഇൻഫോ പാർക്ക് ഒരു വേൾഡ് ക്ലാസ് IT ഹബ്ബായി മാറും എന്നതിൽ സംശയമില്ല. കൊച്ചി നഗരവുമായുള്ള ബന്ധം മെട്രോ വരുന്നതോടെ കൂടുതൽ സുഗമമാകും. അന്ന് ഈ പൊടിയും ട്രാഫിക്കും ചരിത്രമായി മാറും. വരാനിരിക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഇൻഫോ പാർക്കിനുള്ളിലെ കൊച്ചി മെട്രോ നിർമ്മാണത്തിന്റെ ഇപ്പോഴത്തെ പുരോഗതിയാണ് ഈ വീഡിയോയിൽ കണ്ടത്. കഴിഞ്ഞ അപ്ഡേറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇൻഫോ പാർക്കിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഈ വീഡിയോ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. പിങ്ക് ലൈനിന്റെ ഓരോ വിശേഷങ്ങളും തുടർന്നും നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. കൊച്ചി മെട്രോയുടെയും കേരളത്തിലെ മറ്റ് വികസന പദ്ധതികളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും ഓൺ ചെയ്യും. അടുത്തൊരു പുതിയ അപ്ഡേറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സ്റ്റേ ട്യൂൺ. ഇൻഫോ പാർക്കിനുള്ളിലെ കൊച്ചി മെട്രോ നിർമ്മാണത്തിന്റെ ഇപ്പോഴത്തെ പുരോഗതിയാണ് ഈ വീഡിയോയിൽ കണ്ടത്. കഴിഞ്ഞ അപ്ഡേറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇൻഫോ പാർക്കിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഈ വീഡിയോ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. പിങ്ക് ലൈനിന്റെ ഓരോ വിശേഷങ്ങളും തുടർന്നും നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. കൊച്ചി മെട്രോയുടെയും കേരളത്തിലെ മറ്റ് വികസന പദ്ധതികളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും ഓൺ ചെയ്യും. അടുത്തൊരു പുതിയ അപ്ഡേറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സ്റ്റേ ട്യൂൺ.